ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 2 പതിറ്റാണ്ട് കാലത്തെ സുദീർഘമായ സേവനമാണ് സഹായി എന്ന സന്നദ്ധ സംഘടനയ്ക്ക് അവകാശപ്പെടാനുള്ളത്. രോഗികൾക്കിടയിലും അടിയന്തര ഘട്ടങ്ങളിലും 160ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ നൽകുന്നത് പകരം വയ്ക്കാനില്ലാത്ത സേവനങ്ങളാണ്. പ്രവർത്തകരുടെ ഓർമ്മയ്ക്കായി പുരസ്കാരം ഏർപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ് സഹായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കെഎസ്ആർടിസിയുടെ പ്രതിസന്ധിക്ക് കാരണക്കാർ ജീവനക്കാരല്ലെന്നും മാനേജ്മെന്റ് ആണെന്നും പ്രദീപ് കുമാർ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാർച്ച്. റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കടയടപ്പ് സമരം. സഹായി ആദരം ഏറ്റുവാങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ. പ്രഥമ സഹായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസിയുടെ പ്രതിസന്ധിക്ക് കാരണക്കാർ ജീവനക്കാരല്ലെന്നും മാനേജ്മെന്റ് ആണെന്നും പ്രദീപ് കുമാർ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, എല്ലാ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം തന്നെ പെൻഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് പെൻഷൻകാർ നടത്തിയ മാർച്ച് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസിയുടെ പ്രതിസന്ധിക്ക് കാരണമായി പലപ്പോഴും ജീവനക്കാരെ പഴിക്കുന്ന പതിവാണുള്ളത്. ഇവിടെ ജീവനക്കാരല്ല മാനേജ്മെന്റാണ് കാരണക്കാർ. ഇതിന്റെ പേരിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പെൻഷന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ജീവനക്കാരൊന്നുമല്ല കെഎസ്ആർടിസി ഈ പറഞ്ഞ പ്രതിസന്ധിയിലെത്തിയതിന്റെ കാരണം മാനേജ്മെന്റുകളാണ്. ഓരോ കാലത്തെയും മാനേജ്മെന്റുകൾ ഓരോ കാലത്തും വേറെ ഒരു വസ്തുനും കൊള്ളാത്തവരെ കെഎസ്ആർടിസിയിലും ഇപ്പോൾ ഉള്ള KTDFCയിലൊക്കെ മാനേജ്മെന്റ് സ്ഥാനത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP കുട്ടിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അപ്പൂട്ടി, ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി PM അശോകൻ, പറക്കോട്ട് രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കണമെന്ന് കൌൺസിലർ P കിഷൻചന്ദ്. റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടന്നു. റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വ്യാഴാഴ്ച കടയടപ്പ് സമരം നടത്തി. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. കോഴിക്കോട് നടന്ന കളക്ടറേറ്റ് മാർച്ച് കൌൺസിലർ P കിഷൻചന്ദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭകളും പഞ്ചായത്തുകളും വിഷയത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടും സർക്കാർ അത് നോക്കുകുത്തിയാക്കി മാറ്റാതെ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. റേഷൻ കടകൾ മുഴുവനും അടച്ച് സമരത്തിലേക്ക് പോകാതെ നോക്കണമെന്ന് സർക്കാരോട് ആവശ്യപ്പെടുകയാണ്. ഈ സമരം നീട്ടിക്കൊണ്ടുപോകാതെ എല്ലാ അസോസിയേഷനുകളും ഇത്തരം സമരങ്ങളുമായി രംഗത്ത് പ്രവേശിക്കുകയാണ്. എല്ലാ നഗരസഭകളും പഞ്ചായത്തുകളും പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും അത് സർക്കാർ നോക്കുകുത്തിയാക്കി മാറ്റാതെ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റ് ഉറപ്പു തന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ആവശ്യത്തിനൊപ്പം തന്നെ വേതനം നടപ്പിലാക്കുക, വാതിൽപ്പടി വിതരണം നടപ്പിലാക്കുക, തൂക്കക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉയർന്നിരുന്നു. ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങുമെന്ന തീരുമാനത്തിലാണ് അസോസിയേഷൻ പ്രസിഡന്റ് VP രാജൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MM സൈനുദ്ദീൻ, V പ്രഭാകരൻ നായർ, ഇരിങ്ങണ്ണൂർ ബാബു, ശ്രീധരൻ EP, ശശി മണിയൂർ,
ഉണ്ണി കാരക്കുന്ന്, എൻ അഖിലേഷ്, പ്രശാന്ത് വടകര, രാജേഷ് പാലയാട് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സഹായിയുടെ ആഭിമുഖ്യത്തിൽ സഹായി അവാർഡ് ദാനവും ആംബുലൻസ് താക്കോൽ ദാനവും SK പൊറ്റക്കാട് ഹാളിൽ നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 21 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സഹായിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ അവാർഡ് നൽകി ആദരിച്ചു. സഹായി മുൻ പ്രസിഡന്റ് PA ഹമീദിനെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൂപ്രണ്ട് ഡോക്ടർ കുര്യാക്കോസിനെ MK രാഘവൻ MP സമ്മാനിച്ചു. യോഗം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MP മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ബെസ്റ്റ് സ്റ്റാഫ് നഴ്സ് അവാർഡ് NMCH സ്റ്റാഫ് നഴ്സ് AJ ത്രേസ്യാമ്മയ്ക്കും, അഹമ്മദ് കോയ മെമ്മോറിയൽ ബെസ്റ്റ് അറ്റൻഡർ അവാർഡ് NMCH ഗ്രേഡ് 2 അറ്റൻഡർ V പ്രമോദിനും നൽകി. 10,001, 5,001, 3,001 എന്നിങ്ങനെ തുകയും ഫലകവും അടങ്ങിയതായിരുന്നു അവാർഡ്. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടന്നു. PT റഹീം MLA, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, ഡോക്ടർ VP ശശിധരൻ, ഡോക്ടർ കൃഷ്ണകുമാർ, നിസാർ ആലിയ, K മോഹനൻ, EK സിദ്ദീഖ് എന്നിവർ സംബന്ധിച്ചു. സഹായി പ്രസിഡന്റ് NPC അബൂബക്കർ ഹാജി അധ്യക്ഷം വഹിച്ചു. മലബാറിലെ IT ഹബായി കോഴിക്കോടിനെ വികസിപ്പിക്കാനുള്ള ലക്ഷ്യവുമായി മലബാർ IT കോൺക്ലേവ് നടന്നു. ഗേറ്റ്വേ ഹോട്ടലിൽ നടന്ന IT കോൺക്ലേവ് സംസ്ഥാന IT സെക്രട്ടറി M ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ IT കോൺക്ലേവ് കോഴിക്കോട് നടന്നു. ഉത്തര കേരളത്തിലെ IT ഹബായി കോഴിക്കോടിനെ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് പരിപാടി. ഗേറ്റ്വേ ഹോട്ടലിൽ സംസ്ഥാന IT സെക്രട്ടറി M ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ വ്യവസായ വികസനം ITയിലൂടെ മലബാറിന്റെ പുനരുജ്ജീവനവും വിവരസാങ്കേതിക വിദ്യയും ഗ്രാമപ്രദേശങ്ങളിലെ വിവരസാങ്കേതിക വിദ്യാശേഷി വികസനം, പുതുവഴികൾ എന്നീ വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി. ഗൂഗിൾ, IBS, TCS തുടങ്ങിയ പ്രമുഖ IT കമ്പനികളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. എങ്ങനെ ബിസിനസ് സംരംഭങ്ങളെ IT ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസനത്തിലേക്ക് എത്തിക്കണമെന്നാണ് ചിന്തിക്കേണ്ടതെന്ന് കേരള ഗവൺമെന്റ് IT പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഋഷികേഷ് നായർ പറഞ്ഞു. നിലവിലെ സാങ്കേതിക തടസ്സങ്ങൾ പുതിയ IT പോളിസി പ്രാപ്തമാക്കാൻ സഹായകമാകുമെന്നും ഇതിൽ സർക്കാർ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുക IT ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മുൻ ചെയർമാൻ VK മാത്യു അധ്യക്ഷത വഹിച്ചു. KE ഷാനവാസ്, G കൃഷ്ണകുമാർ തുടങ്ങി ഗൂഗിൾ, IBS, TCS തുടങ്ങി പ്രമുഖ IT കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTC കോഴിക്കോട് ജില്ലാ സമ്മേളനം KP കേശവമേനോൻ ഹാളിൽ നടന്നു. INTC ജില്ലാ പ്രസിഡന്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ സംഘടനയായ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC 16ാം ജില്ലാ സമ്മേളനം KP കേശവമേനോൻ ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന T ലക്ഷ്മിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് INTUC എന്ന് MT സേതുമാധവൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് A രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തുള്ള ഫ്ലാറ്റുകളൊക്കെ ചെറിയ ക്വാർട്ടേഴ്സ് ഒക്കെ തന്നെ ഇപ്പോൾ വേക്കന്റാണ്. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാവും. ബബിത KV, പ്രമോദ് P, V അബ്ദുൾ ബഷീർ, ആന്റണി ആൽബൺ, O പ്രകാശ്, പ്രഭാകരൻ കരിച്ചേരി, P ദിനേശൻ, P ജയപ്രകാശ്, SP രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട്
കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നേ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. ഓ മൈ ഗോഡ്, 1/2 കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. ഓ വാവ്, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ അവധി ദിനങ്ങൾ കുറച്ച് പ്രവർത്തന ദിനങ്ങൾ ഉറപ്പാക്കുമെന്ന് ഓൾ കേരള സെൽഫ് ഫിനാൻസിംഗ് സ്കൂൾസ് ഫെഡറേഷൻ. ഇത് നടപ്പാക്കാൻ പുതിയ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കും. ഇത്തരം നടപടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി തലം തൊട്ട് ഹയർ സെക്കൻഡറി വരെ അടുത്ത അക്കാദമിക് വർഷം മുതൽ സമൂലമായ മാറ്റത്തിന് കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളെ പ്രതിനിധീകരിക്കുന്ന ഓൾ കേരള സെൽഫ് ഫിനാൻസ് സ്കൂൾസ് ഫെഡറേഷൻ തയ്യാറെടുക്കുകയാണ്. നിലവിൽ 190 പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. പൊതു അവധികൾ, ഹർത്താലുകൾ കാരണം ചുരുങ്ങിയത് 30 പ്രവൃത്തി ദിവസങ്ങളെങ്കിലും നഷ്ടമാവുന്ന സാഹചര്യത്തിൽ പുതിയ വർഷം മുതൽ 220 പ്രവൃത്തി ദിനങ്ങൾ നിർബന്ധമാക്കുകയാണ്. മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകൾ, മഹാന്മാരുടെ ജയന്തി, സമാധി ദിനങ്ങൾ, മറ്റ് പൊതു അവധികൾ, ഓണം, ക്രിസ്മസ് അവധികൾ കുറച്ചുകൊണ്ടുവരിക തുടങ്ങി ക്രിയാത്മക നടപടികളിലൂടെ കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരം നടപടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തും കൂടി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും മതപാഠശാലകൾ നടത്തുന്നതുപോലെ സ്കൂൾ നടത്തുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി പെൻഷനേഴ്സ് അസോസിയേഷന്റെയും ISRO പെൻഷനേഴ്സ് അസോസിയേഷന്റെയും കുടുംബസംഗമം അളകാപുരിയിൽ നടന്നു. ULCC പ്രസിഡന്റ് രമേശൻ പാലേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി പെൻഷനേഴ്സ് അസോസിയേഷന്റെയും ISRO പെൻഷനേഴ്സ് അസോസിയേഷന്റെയും കുടുംബസംഗമം നടന്നു. അളകാപുരിയിൽ നടന്ന സംഗമം ULCC പ്രസിഡന്റ് രമേശൻ പാലേരിയാണ് ഉദ്ഘാടനം ചെയ്തത്. വയോധികരിൽ ആയുർവേദ പരിചരണം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ പ്രവീൺ ചന്ദ്രമോഹൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പിന്നെ ഡെന്റൽ ഫെസിലിറ്റി കണ്ണൂർ, അത് മിക്കവാറും കൊയിലിൽ തന്നെ വരാനുള്ള സാധ്യതകളാണ്. കോഴിക്കോട് ഡെന്റൽ, ഐ എം ഹാപ്പി ടു ടെൽ യു ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഇൻ പ്രിൻസിപ്പിൾ ക്ലിയർഡ് ഇറ്റ് ആൻഡ് VSSC ഹാസ് ടു ഓൺലി ഇഷ്യൂ ആൻ ഓർഡർ. ഇന്ന് 20-ാം തീയതി മീറ്റിംഗിന് മുൻപ് കോഴിക്കോട് ഡെന്റൽ ഫെസിലിറ്റിയുടെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു VSSC അഡ്മിനിസ്ട്രേഷൻ CHSS ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസറോട്. പക്ഷേ അത് കുറച്ചുകൂടെ വൈകുമെന്ന് പറഞ്ഞു. ബട്ട് ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടി. EK കുട്ടി, KK അബ്ദുള്ള, KS മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പക്ഷേ വീണ്ടും അവരുടെ കമ്മിറ്റി ഡിസ്കഷനൊക്കെ വന്നതിന് ശേഷം കോഹ്ലി അഗ്രി ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിമൻസ് ഫെസ്റ്റ് 2017 വേദിയൊരുങ്ങുന്നു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷത വഹിക്കുന്ന പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P. സതീദേവി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക രംഗങ്ങളിൽ സ്ത്രീകളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷൻ ടൌൺ ഏരിയ കമ്മിറ്റി ഏപ്രിൽ 22-ാം തീയതി ടൌൺ ഹാളിൽ വെച്ച് വുമൻസ് ഫെസ്റ്റ് 2017 വേദിയൊരുക്കുന്നു.
എല്ലാ രംഗങ്ങളിലും വർഗീയ ഫാസിസ്റ്റുകളുടെ കടന്നാക്രമണം സ്ത്രീകളിലും പിടിമുറുക്കി സ്ത്രീ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ ഐക്യനിര വിപുലപ്പെടുത്തി മുന്നോട്ട് വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീര ദർശക് അധ്യക്ഷത വഹിക്കുന്ന പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി സതീദേവി ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതാ കൂട്ടായ്മകളുടെ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറും. പുതുതായി നിർമ്മിച്ച വെള്ളിമാടുകുന്ന് മേരിക്കുന്ന് ഹോളി റെഡീമർ പള്ളി ആശീർവദിച്ചു. ദേവാലയ ആശീർവാദ കർമ്മം കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. തിരുസന്നിധിയിലെത്തുന്നവർക്ക് അനന്തസ്നേഹത്തിന്റെ ആശ്വാസം പകരണമേ എന്ന പ്രാർത്ഥനയോടെ ഭക്തരെ സാക്ഷി നിർത്തി മേരിക്കുന്ന് ഹോളി റെഡീമർ ചർച്ചിന്റെ ദേവാലയ ആശീർവാദ കർമ്മം കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ദേവാലയം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും യോഗത്തിലും പങ്കെടുക്കാനായി ജാതി മതഭേദമന്യേ ഒട്ടേറെ വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. ഇടവകയ്ക്ക് 80ാം പിറന്നാൾ സമ്മാനമായി ദേവാലയം പണിതു നൽകിയത് ജോർജ് സെബാസ്റ്റ്യൻ കിഴക്കയിലാണ്. ദേവാലയ ഫലകം അനാച്ഛാദനവും ആശീർവാദ കർമ്മവും കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും കൊടിമരം, പള്ളിമേട, ദേവാലയത്തിനു പുറമെ സ്ഥാപിച്ചിട്ടുള്ള രൂപങ്ങൾ എന്നിവയുടെ വെഞ്ചിരിപ്പ് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയേലും നിർവഹിച്ചു. വചന സന്ദേശവും നൽകി. സാംസ്കാരിക സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹോളി റെഡീമർ പള്ളി വികാരി ഫാദർ ജിയോലിൻ എടയത്ത്, JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി സെക്രട്ടറി CP കുഞ്ഞി മുഹമ്മദ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി. നൂറ തിരുവോട്ട്, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. പാട്ടിന്റെ പുതുമഴയായി ഹമാരി ആവാസ് സംഗീത സായാഹ്നം അരങ്ങേറി. രാഗശ്രീ ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത പരിപാടിക്ക് രാഗ് റസാഖ് നേതൃത്വം നൽകി. രാഗശ്രീ ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഹമാരി ആവാസ് സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു. AP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ കലാകാരന്മാർ പരിപാടിയിൽ ഗാനങ്ങൾ ആലപിച്ചു. സംഗീതത്തിൽ കഴിവുള്ള നിർധനരായ കുട്ടികൾക്കും യുവതീ യുവാക്കൾക്കും സംഗീത ക്ലാസ് നൽകുക, കഴിവുള്ളവർക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സതീഷ് ബാബു, കോഴിക്കോട് അബ്ദുൽ നാസർ, അഫ്സൽ, റംഷി, കീർത്തന, ഷുഹൈബ്, അഹമ്മദ് ജംഷീദ്, ആര്യ, ഇൻഹാം റഫീഖ്, ഷെരീഫ്, അഹമ്മദ് ഷാറൂഖ്, യാസിൽ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാദ്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ.
കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരി. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സൗജന്യ സമ്പൂർണ്ണ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ ശില്പശാലയും ഏപ്രിൽ 22, 23 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. സന്ധിരോഗങ്ങളെ സംബന്ധിച്ച് ചർച്ചകളിൽ മേഖലയിലെ വിദഗ്ധർ സംവദിക്കും. മലബാർ പാലസിൽ നടക്കുന്ന പരിപാടി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്യും. ഇന്തോ കൊറിയൻ ഓർത്തോപീഡിക് ഫൌണ്ടേഷന്റെയും പി.കെ. സുരേന്ദ്രൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് സൌജന്യ സമ്പൂർണ്ണ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ സിംപോസിയവും 22, 23 തീയതികളിൽ നടക്കും. ഇതോടൊപ്പം അസോസിയേഷന്റെ 19ാം വാർഷിക സമ്മേളനവും ഉണ്ടായിരിക്കും. സന്ധികളിലുണ്ടാകുന്ന വിവിധതരം തകരാറുകളെപ്പറ്റിയും അസുഖങ്ങളെപ്പറ്റിയും ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള വിദഗ്ധ ഡോക്ടർമാരും പ്രൊഫസർമാരും ചർച്ച ചെയ്യുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണ പാവപ്പെട്ട രോഗികൾക്ക് ഈ അവസരത്തിൽ സൌജന്യ സമ്പൂർണ്ണ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതാണ്. കൊറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രമുഖ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്തോ കൊറിയൻ ഓർത്തോപീഡിക് ഫൌണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലീ എച്ച് മുഖ്യ അതിഥിയായിരിക്കും. തുടർ വിദ്യാഭ്യാസ പരിപാടി പ്രൊഫസർ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്യും. നാടിന് പ്രതിഭകളെ സമ്മാനിച്ച് കോഴിക്കോട്ടെ സസെക്സ് ക്രിക്കറ്റ് അക്കാദമി. ദേശീയ അന്തർദേശീയ താരങ്ങളെ വാർത്തെടുത്ത പാരമ്പര്യമാണ് അക്കാദമിക്കുള്ളത്. ഈ പാരമ്പര്യത്തെ കൈവിടാതെയാണ് സന്തോഷ് കുമാർ പരിശീലിപ്പിക്കുന്നതും. ക്രിക്കറ്റിന്റെ ഈറ്റിലം തലശ്ശേരിയിലാണെങ്കിലും പിച്ചുറപ്പുള്ള മണ്ണ് കോഴിക്കോടാണെന്ന് തെളിയിച്ച് സന്തോഷ് കുമാറിന്റെ സസെക്സ് ക്രിക്കറ്റ് അക്കാദമി. 33 വർഷമായി തുടങ്ങിയ അക്കാദമിക്ക് ഈ കാലയളവിൽ നിരവധി പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർ 19 പ്ലെയർ റോഹനസ് കുന്നുമ്മൽ, BCCI ലെവൽ എ കോച്ച് മിഥുൻ, യൂണിവേഴ്സിറ്റി പ്ലെയർ വിഷ്ണുരാജ് എന്നീ പ്രതിഭകൾ സസെക്സിന്റെ സംഭാവനയാണ്. ഓരോ കുട്ടികൾക്കും പ്രത്യേക പരിശീലനം, ഏറ്റവും പുതിയ എക്യുപ്മെന്റ്സ്, ജിം, ചുരുങ്ങിയ ക്യാമ്പ് ഫീ എന്നിവയാണ് സസെക്സിനെ വേറിട്ടു നിർത്തുന്നത് എന്ന് ക്രിസ്ത്യൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസർ ഹരിദാസൻ പറഞ്ഞു. അതുപോലെ ഇവിടുത്തെ സീനിയർ പ്ലേയേഴ്സ് ഇപ്പം രോഹൻ എത്തിയിട്ടുണ്ട്, അവിടെ വിഷ്ണുരാജ് യൂണിവേഴ്സിറ്റി പ്ലെയർ എത്തിയിട്ടുണ്ട്. കോളേജിലുള്ള ക്ലബിലുള്ള നിരവധി സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങൾ കുട്ടികൾക്ക് കളി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മറ്റ് ക്യാമ്പുകളിൽ നിന്നുമായിട്ട് ഈ ക്യാമ്പിലുള്ള വ്യത്യസ്തം. ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ ഓരോ കുട്ടികളെടുത്ത് പോയിട്ടും അവരുടെ പേഴ്സണലായിട്ട് അറ്റൻഷൻ, അവരുടെ സ്കില്ല് കറക്റ്റ് ചെയ്തിട്ട് ഒരു മാസ് ഡ്രിൽ അല്ലാതെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ് ക്യാമ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായത് വ്യക്തിഗതമായി തനിക്ക് സസെക്സിൽ ലഭിച്ച പരിശീലനമാണെന്നും ഇവിടെ പരിശീലനത്തിന് വരുന്ന കുട്ടികൾക്ക് അതിന്റേതായ പ്രത്യേകതകൾ ഉണ്ടാകുമെന്നും നാഷണൽ ലെവൽ പ്ലെയർ റോഹനസ് കുന്നുമ്മൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് കുമാറിന് പുറമെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസർ ഹരിദാസന്റെയും യൂണിവേഴ്സിറ്റി കളിക്കാരുടെയും ഫിസിക്കൽ സ്ട്രെങ്ത് ട്രെയിനേഴ്സിന്റെയും പരിശീലനം അക്കാദമിയിൽ ലഭ്യമാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയരായ താരങ്ങളെ വാർത്തെടുക്കാൻ സന്തോഷ് കുമാറിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇതിൽ കോഴിക്കോട്ടുകാർക്ക് എന്നും അഭിമാനിക്കാം. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം ആര്യ VK, കോഴിക്കോട്. സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. പെൺകുട്ടികളുടെ ബൈക്ക് റൈഡിംഗ് ആണ് റോഡ് ഷോയിലെ പ്രധാന ഇനം. സാമൂഹിക സാംസ്കാരിക സംഘടനയായ ഫാബിൾസ് ആണ് സംഘാടകർ. ഷോ ഏപ്രിൽ 23 തിരുവനന്തപുരത്ത് സമാപിക്കും. ടൂറിസത്തെ പരിപോഷിപ്പിക്കുവാനും ആവിഷ്കരിക്കുവാനും ഉതകുന്ന നൂതന ആശയത്തെയും സംസ്കാരത്തെയും ജനങ്ങളിൽ എത്തിക്കുവാനും ഇതിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റുവാനും രൂപം കൊണ്ട സംഘടനയാണ് ഫാബിൾസ്. ഇതിന്റെ ആഭിമുഖ്യത്തിലാണ് ഏപ്രിൽ 19 മുതൽ 23 വരെ ടൂറിസത്തിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഷൈനി രാജ്കുമാർ, അശ്വതി എന്നിവർ നയിക്കുന്ന ബൈക്ക് റാലിക്ക് വിവിധ ക്ലബ്ബുകളും കുടുംബശ്രീ യൂണിറ്റുകളും അണിനിരക്കുന്നുണ്ട്. മലബാർ ടൂറിസം എക്സ്പോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ, ഗ്രീൻ ഡയമണ്ട് ഹോളിഡേയ്സ്, വിവിധ ബൈക്ക് റൈഡിംഗ് ക്ലബ്ബുകൾ എന്നിവയും ഇവന്റുമായി സഹകരിക്കുന്നു. IMA കോഴിക്കോട് പ്രസിഡന്റ് ഡോക്ടർ PN അജിത, ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ്, വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിതപ്രഭ, റോട്ടറി കാലിക്കറ്റ് സ്മാർട്ട് സിറ്റി പ്രസിഡന്റ് PP പ്രമോദ് എന്നിവർ മുഖ്യാതിഥികളായി ചേരുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
തീർത്ഥം പദ്ധതിക്കെതിരെ ഇടിയങ്കരയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ TV രാജൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പിലായാൽ പ്രദേശത്തുള്ള വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടാകുമെന്നാണ് കരുതുന്നത്. കുടുംബശ്രീയുടെ തീർത്ഥം പദ്ധതിക്കെതിരെ ചമ്മങ്ങാട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടിയങ്ങര TB ക്ലിനിക്കിന് മുൻപിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് റോഡിലെ ഇടിയങ്ങര TB ക്ലിനിക്കിൽ തീർത്ഥം പദ്ധതി വരുന്നതിനെതിരെ തെക്കേപ്പുറം റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളും ക്ലിനിക്കിന് മുൻപിൽ നടന്ന ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നഗരവാസികൾക്ക് മിതമായ നിരക്കിൽ പ്യൂരിഫൈഡ് ഡ്രിങ്കിംഗ് വാട്ടർ നൽകുവാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് തീർത്ഥം. ഈ പദ്ധതി നടപ്പിലായാൽ പ്രദേശത്ത് വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് ഉണ്ടാകുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. പദ്ധതിയുടെ രണ്ടാമത്തെ പ്ലാന്റാണ് ഫ്രാൻസിസ് റോഡ് TB ക്ലിനിക്കിൽ തുടങ്ങുന്നത്. ജനകീയ കൂട്ടായ്മയിൽ ചെമ്മങ്ങാട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി PN വാലീദ് അധ്യക്ഷം വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ TV രാജൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം വരും എന്ന് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറഞ്ഞു. അത് പ്രാവർത്തികമായി ഇനിയും നമ്മുടെ പ്രദേശത്തും അതിനു വേണ്ടിയുള്ള വെള്ളമില്ലാത്തവനും തമ്മിലുള്ള ഒരു തർക്കം, ഒരു യുദ്ധം, ഒരു ബഹളത്തിന് ഇടവരുത്തുന്നതാണ് ഈ തീർത്ഥം പ്ലാന്റ്. P മുഹമ്മദ് കോയ, MP സനോവർ, CA സലീം, മാളിയേക്കൽ കോയട്ടി, കുന്നത്ത് ജഹീർ, പ്രശാന്ത് കളത്തിൽ, വിൻസെന്റ് എലഞ്ഞിക്കൽ എന്നിവർ സംസാരിച്ചു. ജനകീയ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കോർപ്പറേഷൻ കുടുംബശ്രീയുടെ കുടിവെള്ളമായ തീർത്ഥം പദ്ധതിയുടെ ഫ്രാൻസിസ് റോഡിലെ TB ക്ലിനിക്കിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിന്റെ ശിലാസ്ഥാപനം മാറ്റിവെച്ചതായി മേയർ അറിയിച്ചു. പരം ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷൻ ആൻഡ് ഫെസ്റ്റിവൽ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. കലാമണ്ഡലം വിമലാദേവി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. ഓൾ ഇന്ത്യൻ ഡാൻസേഴ്സ് അസോസിയേഷൻ, നൃത്യതി കലാക്ഷേത്രം, ഓം സ്കൂൾ ഓഫ് ഡാൻസ് എന്നിവ സംയുക്തമായി നടത്തുന്ന പരം ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷൻ ആൻഡ് ഫെസ്റ്റിവൽ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ കോഴിക്കോട് തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ വെച്ച് നടക്കും. ഏപ്രിൽ 24 തീയതി തിങ്കളാഴ്ച ഗുരു കലാമണ്ഡലം വിമലാദേവി ഭദ്രദീപം കൊളുത്തി പരം 2017 ആദ്യ എഡിഷൻ ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 125ഓളം ഇന്ത്യക്കകത്തു നിന്നുള്ള നർത്തകരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിജയികൾക്ക് AIDAയുടെ നാഷണൽ ടൈറ്റിലായ ഭരതനാട്യത്തിന് രുക്മിണി ദേവി സ്മൃതി സമ്മാൻ, മോഹിനിയാട്ടത്തിന് വള്ളത്തോൾ നാരായണ മേനോൻ സ്മൃതി സമ്മാൻ, കുച്ചിപ്പുടിക്ക് സിദ്ധേന്ദ്രയോഗി സ്മൃതി സമ്മാൻ, കേരള നടനത്തിന് ഗുരു ഗോപിനാഥ് സ്മൃതി സമ്മാൻ എന്നിവ യഥാക്രമം നൃത്ത ഇനങ്ങൾക്ക് 5000 രൂപ ക്യാഷ് പ്രൈസോടുകൂടി നൽകുന്നതാണ്. ഇതിൽ ഏറ്റവും ഭംഗിയായ പ്രകടനം കാഴ്ചവെക്കുന്ന കലാപ്രതിഭയ്ക്ക് 25,000 രൂപയും ശാസ്ത്രീയ നൃത്തകലാ സമ്മാൻ എന്നിവ പുരസ്കാരവും നൽകുന്നതാണ്. SSLC പരീക്ഷാ വിവാദത്തിൽ റിമാൻഡ് ചെയ്യപ്പെട്ട KFC പ്രവർത്തകർ ജയിൽ മോചിതരായി. ജയിലിനു മുന്നിൽ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. സ്വീകരണം മുൻ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി റിമാൻഡിലായ 4 KSU നേതാക്കൾ ജയിൽ മോചിതരായി. KSU സംസ്ഥാന സെക്രട്ടറി ലയണൽ മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷാദി ഷബീബ്, TT ഹിജാസ്, N വിശ്വനാഥ് എന്നിവരാണ് ജയിൽ മോചിതരായത്. ഇവർക്ക് ജയിലിന് മുൻപിൽ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. മുൻ DCC പ്രസിഡന്റ് KC അബു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് VT നിഹാൽ അധ്യക്ഷം വഹിച്ചു. KC അബൂബക്കർ, രമേശ് നമ്പ്യത്ത്, നിജേഷ് അരവിന്ദ്, IP രാജേഷ്, സമീജ് പാറപ്പടി, K ഷഹീൻ, ദുൽഫിക്കർ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയുടെ പ്രതിസന്ധിക്ക് കാരണക്കാർ ജീവനക്കാരല്ലെന്നും മാനേജ്മെന്റ് ആണെന്നും പ്രദീപ് കുമാർ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാർച്ച്. റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കടയടപ്പ് സമരം. സഹായി ആദരം ഏറ്റുവാങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ. പ്രഥമ സഹായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.
അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you